നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. 2023 പുതുവർഷത്തിൽ നമ്മളിലെല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2023 പുതുവർഷത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. പൂരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യബോധവും അഭിമാനശീലവും ഉപകാരസ്മരണയും കൂടുതലായിട്ടുള്ളവരാണ് പൂരം നക്ഷത്രക്കാർ. തൻ്റേതായിട്ടുള്ള ഏത് പ്രവൃത്തികളിലും വളരെയധികം സത്യസന്ധത പുലർത്തുന്നവരും കൂടിയാണ് പൂരം നക്ഷത്രക്കാർ. എങ്കിലും ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സ് ദുഃഖിക്കുന്നതായിട്ടുള്ള സ്വഭാവത്തെയും ഇവരിൽ കാണാറുണ്ട്. വീടിനും കുടുംബത്തിനും കുടുംബാദികൾക്കും ചെറിയ കുട്ടികൾക്കും തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നവരും കൂടിയാണ് പൂരം നക്ഷത്രക്കാർ. കൂടാതെ വീടും പരിസരവും എപ്പോഴും ഭംഗിയുള്ളതാവണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു മനസ്സും പൂരം നക്ഷത്രക്കാരിലും കാണാറുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ആശയങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ളതായ കഴിവ് പൂരം നക്ഷത്രക്കാരിൽ ഉണ്ടെങ്കിലും ഇവരിൽ ദേഷ്യഭാവവും അതേപോലെ തന്നെ ശാന്തതയും ഒരേ സമയത്ത് കാണാറുണ്ട്. അതുകൊണ്ട് ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകളൊക്കെ പറയുന്നതോ ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ളതായിട്ട് കാണുന്നില്ല. 2023 പുതുവർഷത്തിൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ സമാധാനവും ആശ്വാസവും തോന്നുമെങ്കിലും വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു വർഷമാണ് ഈ 2023. വർഷാരംഭത്തിൽ തന്നെ ജനുവരി മാസം 17-ാം തീയതി ശനീശ്വരൻ തൻ്റെ സ്വന്തം രാശിയായ മൂലത്രികോണ രാശിയായ 7-ാം ഭാവമായിട്ടുള്ളതായ കുംഭം രാശിയിൽ പ്രവേശിക്കുന്നുണ്ട്. കാഴ്ചപ്പാടിൽ കണ്ടകശനിയുള്ള സമയമാണ് എന്നൊക്കെ പറയാമെങ്കിലും ഈ ശനീശ്വരനെ പഞ്ചമഹാപുരുഷ യോഗത്തിൽ ശശമഹായോഗപ്രദനായതുകൊണ്ട് ശനീശ്വരനെ കൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളെ കാണുമെങ്കിലും 6-ാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ഈ സമയത്ത് വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ടും ഈ വർഷാരംഭത്തിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം 22-ാം തീയതി വരെ വ്യാഴം അഷ്ടമഭാവത്തിൽ നിന്നും മാറുന്നതുവരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഏപ്രിൽ മാസം 22-ാം തീയതി വരെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ സമയങ്ങളിൽ തൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും തൻ്റെ കൂടെ നിൽക്കുന്നവരെയോ സഹായികളെയോ ഏൽപ്പിക്കുമ്പോൾ പോലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെയും ശാരീരികമായിട്ടുണ്ടാകുന്നതായ ക്ഷീണാവസ്ഥകളെയും കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടൊരു സമയമാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ. അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ഈ സമയങ്ങളിൽ വളരെ അധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ ഉള്ളവരിൽ പോലും പരസ്പരം ഉള്ളതായിട്ടുള്ള ധാരണയും ആത്മബന്ധവും കൂടുതലായിട്ടും വേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ നോക്കേണ്ടത് ഈ സമയത്ത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വരെ
ദൈനംദിന ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതായിട്ടൊരു സമയമാണ്. കൂടാതെ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും നഷ്ടം വരാതെയും ശ്രദ്ധിക്കണം. ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഈ സമയങ്ങളിൽ മനോനിയന്ത്രണത്തോടു കൂടിയിട്ടും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. എന്നാലോ ഏപ്രിൽ മാസം 22-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം തൻ്റെ ബന്ധുവായിട്ടുള്ള ചൊവ്വാക്ഷേത്രമായിട്ടുള്ള മേടം രാശിയിലേക്ക് വരുന്നത് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ഭാഗ്യസ്ഥാനമായിട്ടുള്ളതായ മേടം രാശിയിൽ നിൽക്കുന്നതായ രാഹുവുമായിട്ട് ഗുരുചണ്ഡാല യോഗം ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ 9-ാം ഭാവസ്ഥിതി ദോഷത്തിൻ്റേതായ സ്വാധീന ശക്തി ലഘൂകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പൂരം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം നിത്യജീവിതത്തിൽ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5-ാം ഭാവത്തേക്കും 9-ാം ഭാവത്തേക്കും ജന്മരാശിയിലേക്കും വരുന്നതുകൊണ്ട് വളരെ വളരെ നല്ല ഫലങ്ങളെയും പ്രതീക്ഷിക്കാം. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം. ഭാഗ്യപരമായിട്ടുള്ളതായ ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവരിലും ഭാഗ്യപരമായിട്ട് ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നവരിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും അംഗീകാരവും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. തീർത്ഥയാത്രകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം. കുടുംബത്തിലെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള ഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം. മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ജോലി സംബന്ധമായിട്ട് കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം. ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും ഗ്രഹസംബന്ധമായിട്ടാണെങ്കിലും വാഹന സംബന്ധമായിട്ടാണെങ്കിലുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ ഏപ്രിൽ മാസത്തിന് ശേഷം അനുകൂലമായിട്ടുള്ളൊരവസ്ഥയെ കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം 2023 ഒക്ടോബർ മാസത്തിന് ശേഷം രാഹു 9-ാം ഭാവത്തിൽ നിന്ന് 8ാം ഭാവത്തേക്ക് വരുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല. ഒക്ടോബർ മാസത്തിന് ശേഷം ക്ഷമാശീലം കൂടുതലായിട്ടും വേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ജീവിത അനുഷ്ഠാനങ്ങളും വ്യായാമശീലവും ഈശ്വര പ്രാർത്ഥനയും വേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിന് ശേഷവും. ഈ സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, പൂരം നക്ഷത്രക്കാരായിട്ടുള്ള നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ആ ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ്. കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവങ്ങളിലും
ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടിച്ചേരുമ്പോൾ ഈ 2023 വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗദീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.